ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? നമ്മളൊരു ഗൂഗ്ലി ഐസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ കാലിയായിട്ടുള്ള ഗുളികയുടെ കവർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളത് നോക്കിയെടുക്കുക, വേറെ ഷേപ്പിലുള്ളതൊന്നും ഭംഗി ഉണ്ടാവില്ല. പിന്നെ പല വലുപ്പത്തിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 എണ്ണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ബാക്കിലുള്ള സാധനമൊക്കെ പറിച്ചു കളഞ്ഞിട്ട് നമ്മളതിന്റെ ചുളിവുകളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ശരിയാക്കി കൊടുക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കൃഷ്ണമണിയാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 3-4 പ്രാവശ്യം ഇതേപോലെ മടക്കിയിട്ടുണ്ട്. പശ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒന്നും കൂടി കട്ടി കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, പരിപ്പ് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് നല്ല റൗണ്ട് ഷേപ്പിലുള്ളത് നോക്കിയെടുത്തിട്ട് നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഐഡിയാസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ 2 പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പർ വേണം. ഇത്തിരി കട്ടിയുള്ള ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഗം അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. പുറം ഭാഗത്ത് നല്ലോണം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഉള്ളിലേക്ക് ഒരു കാരണവശാലും പോവരുത്. നമ്മുടെ മറ്റേ കൃഷ്ണമണി ഉണ്ടല്ലോ, അത് ഒട്ടിപ്പിടിക്കും. അപ്പൊ ഞാൻ 2 എണ്ണം ഒട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം 2 എണ്ണം ഈ ഒരു ഷീറ്റിലാണ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേത് ഉള്ളിലേക്ക് കുറച്ച് ഗമ്മായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ കൃഷ്ണമണി നീങ്ങുന്നില്ല, അത് അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും അത് 2ാമത് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ശ്രദ്ധിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഗൂഗ്ലി ഐസ് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ പല വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഡോൾ മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കടകളിൽ നിന്നൊക്കെ ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അധികം ചിലവില്ല നമുക്ക്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ഡോളിന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആ സമയത്ത് നമ്മളോട് കുറേ പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ പേര് ഞാൻ വായിക്കാം. ആർച്ച, പിന്നെ മിസ്ന ഖദീജ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രേഷ്മ രാജൻ, റിഹാന 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ നന്ദന, ഇവരൊക്കെ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും താങ്ക് യു ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ നമ്മുടെ ഫ്രണ്ട് മേഘനയുടെ അമ്മയുടെ പിറന്നാളാണ് കേട്ടോ. നാളെയാണ്, ജൂൺ 20th. അപ്പൊ നാളെ നമുക്ക് വീഡിയോ ഉണ്ടാവില്ല. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് പറയാണ്. സൗമ്യ എന്നാണ് അമ്മയുടെ പേര്. അപ്പൊ അമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഗൂഗ്ലി ഐസ് വെച്ചിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡോളിനെയാണ് ഉണ്ടാക്കിയത്. വളരെ സിമ്പിളായിട്ട് പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.